ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. എന്താണ് ക്വസ്റ്റ്യൻ? എ പാർട്ടിക്കിൾ അണ്ടർഗോസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാവിംഗ് ടൈം പീരീഡ് ടി. ദ ടൈം ടേക്കൺ ഇൻ കംപ്ലീറ്റിംഗ് 3/8 അല്ലേ, 3/8 ഓസിലേഷൻ ഫ്രം മീൻ പൊസിഷൻ ഈസ് അല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് അല്ലേ, SHM ആണ്. SHMുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. SHMുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ SHMുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു ബോഡി ഒരു പോയിന്റ് O എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നും വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റിലോട്ട് മൂവ് ചെയ്ത് റൈറ്റ് സൈഡിൽ എത്തുന്നു. ആ റൈറ്റ് സൈഡിൽ എത്തുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. A ക്യാപിറ്റൽ A കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുന്നു? തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തോട്ട് വരുന്നു അല്ലേ. അപ്പോൾ അത് വീണ്ടും ഒരു A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. പിന്നെ വീണ്ടും അത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ വീണ്ടും ഒരു A ട്രാവൽ ചെയ്യും. എന്നിട്ട് അത് വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിലോട്ട് വരുന്നു. വീണ്ടും ഒരു A ട്രാവൽ ചെയ്യും. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയണം അല്ലേ. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്ര A ഉണ്ട്? A+A+A+A എത്രയാണ്? 4A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇത്രയും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ട്രാവൽ ചെയ്യണം. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 4A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര ഓസിലേഷൻ എന്നാണ്? 3/8 ഓസിലേഷൻ എന്നാണ്. അപ്പോൾ ഒരു ഓസിലേഷൻ 4A ആണെങ്കിൽ 3/8 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 3/8 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3/8 ഇൻറ്റു മൊത്തം ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 4A അല്ലേ. അപ്പോൾ 4A ഇൻറ്റു 3/8 ആയിരിക്കും അല്ലേ. 4A ഇൻറ്റു 3/8 ആയിരിക്കും. അപ്പോൾ എത്ര കിട്ടും? 4ഉം 8ഉം നമുക്ക് കട്ട് ചെയ്യാം. എത്ര? 2 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടും? 3/2A എന്ന് കിട്ടും അല്ലേ. 3/2A എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3/2 എന്ന് പറഞ്ഞാൽ 1.5 എന്നല്ലേ അല്ലേ. 3/2 എന്ന് പറഞ്ഞാൽ 1.5 എന്നാണ്. അപ്പോൾ 1.5A എന്നാണ് അല്ലേ. അതായത് 1.5A ഡിസ്റ്റൻസ് ആണ് അത് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അത് റൈറ്റ് എക്സ്ട്രീം വരെ പോകുന്നു. റൈറ്റ് എക്സ്ട്രീം വരെ പോകുമ്പോൾ അത് A ആയി അല്ലേ. നമുക്ക് വേണ്ടത് എന്താ? ഒരു Aയും പിന്നെ ഒരു അരയും, അതാണ് 1.5A അല്ലേ, 1.5A. അപ്പോൾ ഒരു A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് എത്ര ഡിസ്റ്റൻസ് വരെ വന്നു? ഹാഫ് ഡിസ്റ്റൻസ് അല്ലേ, അര ഡിസ്റ്റൻസ്, ഹാഫ് A ഡിസ്റ്റൻസ് വരെ എന്ത് ചെയ്തു? വന്നു അല്ലേ. അപ്പോൾ അങ്ങോട്ട് Aയും പിന്നീട് ഹാഫ് Aയും അങ്ങനെ തിരിച്ച് വന്നത് എവിടെ നിൽക്കുകയാണ്? കറക്റ്റ് നടുക്ക് ഇവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? നമ്മൾ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവസാനം അത് ഈ പോയിന്റിൽ എത്തി അല്ലേ. ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും അല്ലേ? അത് എത്രയായിരിക്കും? A/2 അല്ലേ. A/2 അല്ലേ. അപ്പോൾ 3/8 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ സാധാരണ ഓസിലേഷൻസിൽ Y എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. Y എന്ന് പറയുന്നത് എത്രയാണ്? A/2 ആണ്. Y എന്ന് പറയുന്നത് A/2 ആണ്. അതായത് ഈ ഓസിലേഷൻ ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആദ്യം അത് A/2-ലെത്തും അല്ലേ. ഒരിക്കൽ ആദ്യമായിട്ട് അത് A/2-ലെത്തും. അതല്ല നമുക്ക് വേണ്ടത്. ആ A/2-ലെത്തിയിട്ട് അത് വീണ്ടും അങ്ങ് അറ്റത്ത് പോയി എയിലെത്തിയിട്ട് വീണ്ടും തിരിച്ചത് A/2-ലെത്തുമ്പോഴാണ് അത് 3/8 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം A/2-ലെത്തുന്ന സമയം എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോൾ Yയുടെ വാല്യൂ A/2 ആവണം. എപ്പോൾ A/2 ആവണം? രണ്ടാമത്തെ പ്രാവശ്യം A/2 ആവണം. ആദ്യത്തെ പ്രാവശ്യം A/2 അല്ല, രണ്ടാമത്തെ പ്രാവശ്യം A/2 ആവുന്ന സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താണ്? Y = A sin അല്ലെ, A sin ωt എന്നുള്ളതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ. സെൻറ്ററിൽ നിന്ന് ഓയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്കറിയാം Y എന്ന് പറയുന്നത് എത്രയാവണം? A/2 ആവണം. രണ്ടാമത്തെ പ്രാവശ്യം A/2 ആവുന്നതാണ്. Y എന്ന് പറയുന്നത് A/2 ആണ്. അപ്പോൾ Yക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? A/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ A/2 = A sin ωt എന്ന് കിട്ടി അല്ലേ. Y A/2 ആകുമ്പോഴുള്ള സമയം T ആണ് നീ കണ്ടുപിടിക്കേണ്ടത്. T ഏത് സമയത്തായിരിക്കും ഇത് സംഭവിക്കാമെന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? Aയും കട്ടായി പോകും അല്ലേ. Aയും കട്ടായി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? sin ωt = ഹാഫ് എന്ന് കിട്ടും. sin ωt ഹാഫ് ആകുമ്പോഴാണ് സംഭവിക്കുക. sin ωt ഹാഫ് ആവുക എന്ന് പറഞ്ഞാൽ ωt എന്ന് പറയുന്നത് എത്രയാവും? sin ωt എപ്പോഴാണ് ഹാഫ് ആവുക അല്ലേ? നമുക്കറിയാം 30 ഡിഗ്രി അല്ലേ. 30 ഡിഗ്രിയിലാണ് ഹാഫ് ആവുക. പക്ഷേ ഇവിടെ റേഡിയനിലാണ് എഴുതാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? π/6 ആണ് അല്ലേ. അപ്പോൾ ωt എന്ന് പറയുന്നത് π/6 ആണ്. നമുക്ക് സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ സമയം T എന്ന് പറയുന്നത് എന്തായിരിക്കും? π/6 ആയിരിക്കും അല്ലേ. π/6 ആയിരിക്കും. പക്ഷേ നമ്മുടെ ആൻസർ കീയിൽ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ
ക്യാപിറ്റൽ ടി അല്ലേ, ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്, നമ്മൾ 5/6 എന്ന് എടുത്തെങ്കിലും 5/6 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായി a/2 എത്തുന്ന സമയമായിരിക്കും ωt 5/6 ആവുന്നത്. അത് വീണ്ടും റൈറ്റിലോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് a/2 എത്തുന്ന സമയമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 5/6 അല്ല നമ്മൾ കൊടുക്കേണ്ടത്. 5/6 കഴിഞ്ഞ് അടുത്ത് നെക്സ്റ്റ് ടൈം സൈന് വീണ്ടും 1/2 ആവുന്ന വാല്യൂ അതെപ്പോഴാണ് പൈ മൈനസ് 5/6 അല്ലേ, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സൈന് പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലും സൈൻ പോസിറ്റീവാണ്. സൈൻ പൈ മൈനസ് 5/6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5π/6. 5π/6 എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തെ പ്രാവശ്യം a/2 ആവുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആദ്യത്തെ പ്രാവശ്യം a/2 ആകുമ്പോഴുള്ള സമയമാണ് കിട്ടുക. പക്ഷെ നമുക്കതല്ല വേണ്ടത്. അത് റൈറ്റ് സൈഡിൽ പോയി തിരിച്ച് വീണ്ടും അവിടെ എത്തുമ്പോൾ a/2 എത്തുമ്പോൾ ഉള്ള സമയമാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ωt = π/6 വെച്ച് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കറക്റ്റ് ആൻസർ ആയിരിക്കില്ല. അതെന്തായിരിക്കും? ആദ്യത്തെ പ്രാവശ്യം എത്തുമ്പോഴായിരിക്കും. അതുകൊണ്ട് നമ്മളിതിനെ മാറ്റുന്നു. ωt = π/6 പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? 5π/6 കൊടുക്കുന്നു. ഇതിൽ നിന്ന് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? സമയം കണ്ടുപിടിക്കാൻ. എങ്കിലേ നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് സമയം കണ്ടുപിടിക്കാം. എന്താണ്? t = അതിൽ നമുക്ക് എഴുതാം 5π/6 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ. പക്ഷേ നമുക്ക് ആൻസർ ക്യാപിറ്റൽ ടി ടൈം പീരീഡിൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/ω അല്ലേ, 2π/ω. അതിൽ നമുക്ക് π/ω കണ്ടുപിടിക്കാം. π/ω എന്തായിരിക്കും? π/ω എന്ന് പറഞ്ഞാൽ എത്രയാണ്? t/2. അപ്പോൾ ഈ π/ω പകരം പകരം നമുക്ക് എന്ത് കൊടുക്കാം? t/2 കൊടുക്കാം. അപ്പോൾ t = 5 അവിടെ ആൾറെഡി ഉണ്ട് t/2. അപ്പോൾ എത്ര കിട്ടി? 5t/12 എന്ന് കിട്ടും. അപ്പോൾ ഈ സമയത്തായിരിക്കും നിങ്ങൾ ഈ 5/6 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യം a/2 എത്തുന്ന സമയം കിട്ടും. അപ്പോൾ ഈ സമയത്തായിരിക്കും അത് രണ്ടാമത്തെ പ്രാവശ്യം a/2 ഡിസ്റ്റൻസിലെത്തുക. അതായത് 3/8 ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് എത്രയാണ്? 5/12 അല്ലേ നമ്മുടെ ആൻസർ. 5/12t, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.